എന്നോട് പിണങ്ങിയിരിക്ക? നമ്മുടെ സൗകര്യത്തിന് എന്ന വണ്ടി അവിടെ കാത്തു നിൽക്കൂ? അതെ, ഈ ഡൽഹിന്ന് വെച്ച് അന്റാർട്ടിക്ക അതോ ആഫ്രിക്കയോ? പ്രിയ, ഇനി 3 മാസം. അത് പെട്ടെന്ന് പോകും. തിരിച്ചു വരുമ്പോ ഞാൻ ഉണ്ടായില്ലെങ്കിലോ? എന്താ സാനി പറയണേ? ഇന്നലെ അയാൾ എന്തേലും? പ്രിയ, പ്രിയ, ഈ കണ്ണീര് കണ്ടോണ്ട് ഞാൻ എങ്ങനെ പോകും? സാരില്ല. ഇന്നലെ കൊറേ ബഹളം വെച്ചു, ചേച്ചി അടിച്ചു. അയാള് ലീവിന് വരുമ്പോ ഒക്കെ നീ അമ്മയും വിളിച്ചിങ്ങോട്ട് പോരൂ. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. അതല്ല, നിനക്ക് തീരെ സഹിക്കണ്ടായ ഒരു ടിക്കറ്റ് എടുക്കുക, നേരെ വരിക ഡൽഹിക്ക്. എന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. സാജനെ മാത്രം ആലോചിച്ചുകൊണ്ട് ഞാനിവിടെ ഉണ്ടാവും. പോയിക്കോ. സ്റ്റേഷനിലേക്ക് ഞാൻ വരണില്ല. എന്നോട് യാത്ര പറയുകയും വേണ്ട. ഇതെന്റെ മനസ്സാ. ശ്രുതി ചേർത്ത് വെച്ചിരിക്കുക. പതുക്കെ തൊട്ടു നോക്കൂ, പാടും. 3 മാസം 3 ദിവസം പോലെ പെട്ടെന്ന് കടന്നു പോകും. ഞാൻ എപ്പോഴും കൂടെയുണ്ട്. പോട്ടെ. എടി അനി, ഒരു തമാശ കേട്ടോ. നിന്റെ അനിയൻ IAS പോയിന്ന്. ആ, കോച്ചിങ്ങിന് ഡൽഹിക്ക് പോയിന്ന്. അതാരെങ്കിലും കളിയാക്കാൻ പറഞ്ഞതാ? അല്ലെന്നേ, കേട്ടപ്പോൾ ഞാൻ അങ്ങനെ കരുതി. മാർക്കറ്റിൽ നമ്മുടെ ബെന്നെ കണ്ടേ, അപ്പഴാ കാര്യം അറിയണേ. സംഗതി സത്യ. അതിന് കുറെ കാശാവില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഈ പറയണ പൂരൊന്നല്ല. അത്യാവശ്യത്തിനുള്ള കാശൊക്കെ പൂർത്തി വെച്ചിട്ടുണ്ടാവും നിന്റെ അപ്പൻ. ഓ പിന്നെ എന്ത് പിന്നെ? എന്നിട്ട് മനുഷ്യന്റെ ബുദ്ധിമുട്ട് എന്റെ മുമ്പിൽ വന്നങ്ങടെ അരക്കും. ആ അതെ, അതിനിടയ്ക്ക് വേറെ റൂമർ കേട്ടു. ഏതോ കാശുള്ള വീട്ടിലെ പെണ്ണായിട്ട് ചെക്കനൊന്ന് ഓർത്തിട്ടുണ്ടെന്ന്. ആ, പഠിപ്പിനുള്ള കാശും അത്യാവശ്യം വീട്ടു ചെലവിലുള്ള ചില്ലറയും ചോർത്തിട്ടുണ്ടെന്നാ കേട്ടത്. നമ്പാൻ പറ്റില്ല, നിന്റെ അപ്പനല്ലേ മുതല്. എന്നാലും പ്രിയ എന്നെ ചതിച്ചില്ലേ? ചതിയോ? നൂൺ ഷോക്ക് വരാന്ന് പറഞ്ഞെന്നെ വെറും വാസുദേവനാക്കിട്ട് ഒറ്റ പടത്തിന് വന്നോ? അത് ഒഴിവ് കിട്ടാഞ്ഞിട്ടല്ലേ? നോണ. എന്നിട്ടോ 4 വീട്ടിൽ ജോലി ചെയ്യുന്നത്? അത് കാശിന് അത്യാവശ്യമുള്ളണ്ടല്ലേ? കാശ് മാത്രം മതിയോ? സ്നേഹം വേണ്ടേ? പ്രിയ ക്ഷീണിച്ചു. എനിക്ക് സങ്കടം പ്രിയ ക്ഷീണിക്കുന്നത്. സെക്സ് അപ്പീല് പോവും. ഷക്കീലൊക്കെ എന്താന്നറിയോ സെക്സ് അപ്പീല്? ഓ ചിരിച്ച്. ഈ ചിരിയ മനുഷ്യനെ കൊല്ലുന്നത്. ഞാൻ പ്രിയ ഒന്ന് പേടിപ്പിക്കട്ടെ. പേടിപ്പിക്കേ? ആ, പേടിച്ചോ? ഇല്ല. റാബി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടില്ല. ഇപ്പൊ പേടിച്ചില്ലേ? ഒട്ടും പേടിച്ചില്ല. എന്നാ ഞാൻ ശരിക്കും പേടിപ്പിക്കാൻ പോവാ. ജിം ജിം ജിം. ഈ മോന്തൻ അടിച്ച് വാരും, എന്നിട്ട് സ്ത്രീ പീഡനത്തിന് കേസ് കൊടുക്കും. അഴിയണ്ണു അഴി. അത് ഞാൻ പീഡിപ്പിച്ചില്ലല്ലോ, പേടിപ്പിച്ചല്ലേ ഉള്ളൂ. ഇപ്പൊ പേടിച്ചില്ലേ? എന്നാ പോയ വാതിൽ ഓർക്ക്. നൂൺഷോ